186 ആയത്താൻ. ഞാനീ പറഞ്ഞത് മുജാഹിദേര് കൊടുത്ത അർത്ഥല്ലേ, അങ്ങനൊന്നും ചിന്തിക്കണ്ട കേട്ടോ. ആയത്ത് എഴുതി വെക്കാം. എന്നിട്ട് എംബിസി കോയയുടെ പരിഭാഷയിലോ TK അബ്ദുള്ള മുസ്ലിയാരുടെ പരിഭാഷയിലോ റഹ്മത്തുള്ള കാസിമിയുടെ പരിഭാഷയിലോ സമസ്ത ഉസ്താദുമാരുടെ പരിഭാഷയിലോ അർത്ഥം നിങ്ങൾക്ക് പരിശോധിക്കാം. പള്ളിയിലെ ഖത്തീബിനോട് പോയി ചോദിക്കുക. നമ്മളുടെ ഖബറിൻ്റെ വിഷയമാണെന്ന് ആലോചിച്ച് പഠിക്കാം. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ആള് വേണോ? അവിടെ ഖുർആൻ പറയാണ്, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. റസൂലേ, എന്നെ കുറിച്ചെങ്ങാനും എൻ്റെ അടിമ താങ്കളോട് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കണേ നബിയേ, അല്ലാഹു വളരെ അടുത്തുള്ളവനാ. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. വിളിക്കുന്നവരെന്നെ വിളിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്നല്ലാ. അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്നല്ലാ. ആ റബ്ബിലേക്ക് അടുപ്പിക്കാൻ മറ്റൊരു മീഡിയേറ്ററുടെ ആവശ്യമില്ല. ഇനിയോ എൻ്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിന്റെ സൂറത്തു ആഫിറിന്റെ 60-ാമത്തെ ആയത്താണ്. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവിതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് വരുന്ന ഹദീസിലൂടെ കാണാം, ലോകത്തിന്റെ മുത്ത് റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലയോ, അദ്ദുആഉ വൽ ഇബാദാ. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. കാരണം അല്ലാഹ് പറയുന്നത്, നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി. നമ്മോടുള്ള ആരാധനയിൽ ആരെ അഹങ്കാരം കാണിക്കുന്നുവോ, ഏത് ആരാധന? പ്രാർത്ഥന എന്ന് പറയുന്ന ആരാധനയിൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വളരെ നിന്ദ്യനായി അവൻ നരകത്തിലേക്ക് കടന്നു പോകുമെന്ന അല്ലാഹു അടുത്തുണ്ട്, ചോദിച്ചോ ഉത്തരം നൽകാ. അല്ലാഹു സമീപസ്ഥനാണ്, ചോദിച്ചോ ഉത്തരം നൽകാ. 50-ാം അധ്യായത്തിന്റെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞില്ലയോ, വലഖദ് ഖലഖനൽ ഇൻസാൻ. മനുഷ്യനെ സൃഷ്ടിച്ചവൻ നാമാണ്. അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും എനിക്കറിയാവുന്നതാണ്. അവന്റെ നാടിഞരമ്പുകളെക്കാളും ഞാൻ അടുത്തുള്ളവനാ. അല്ലാഹു നാടിഞരമ്പുകളെക്കാളും അടുത്തുള്ളവനാണ്. ആ റബ്ബിലേക്ക് അടുപ്പിക്കാ മറ്റൊരാള് വേണോ എൻ്റെ പ്രിയമുള്ളവര്? അല്ലാഹുവിന്റെ മുത്ത് റസൂല് പോലും അവിടെ നിന്ന് പറഞ്ഞത് നിങ്ങൾ അല്ലാഹുവിനോട് പറയണമെന്നാ. ഇത്രയും പച്ചയായി അല്ലാഹുവിനോട് തേടാൻ പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിലെ ആളുകൾ മുഴുവനും ഓരോ മഹാന്മാരോട് തേടാൻ തുടങ്ങിയപ്പോ, അന്ന് ശൈഖുമാര്, പണ്ഡിതന്മാർ ലോകത്തിൽ 7-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് അല്ലാഹു അല്ലാത്തവരോട് തേടണം. അത് ഇസ്തിആസ എന്ന ഓമന പേരിട്ടുകൊണ്ട് റബ്ബല്ലാത്തവരോട് തേടാനുള്ള വഴികളെ കൊണ്ടുവന്നപ്പോ, അന്ന് ജീവിച്ചിരുന്ന പണ്ഡിത ലോകം ശക്തമായതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു, ഖുർആനിന്റെ ഹദീസിന്റെ അധ്യാപനങ്ങള് അല്ലാഹുവിനോട് മാത്രമായുള്ള തേട്ടങ്ങളാണെന്ന് പറഞ്ഞപ്പോ അതിനെ നിരാകരിച്ചു തള്ളിക്കളയാ. സമൂഹത്തോട് പറഞ്ഞ വിഷയം എന്താണെന്നറിയോ? അത് ഞങ്ങൾക്ക് ഇലാഹാണെന്ന വിശ്വാസമില്ല. പ്രിയമുള്ളവര്, ലോകത്തിൽ ഏറ്റവും വലിയ ഔലിയാക്കൾ എന്ന് പറയുന്നത് സ്വഹാബത്തുൽ കിറാമാകുന്ന ഉന്നതരാ. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലാണ് ബദരീങ്ങൾ ഉണ്ടായത്. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലാ ഉഹുദ് ശുഹദാക്കൾ ഉണ്ടാകുന്നത്. മുത്ത് നബിയുടെ കാലഘട്ടങ്ങളിലാ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായ ഔലിയാക്കൾ ജീവിച്ചിരുന്നത്. അവരൊക്കെ പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോട്. അവരുടെ കാലശേഷം വന്ന താബീങ്ങൾ പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോട്.
താബീങ്ങളും ഒരു സ്വഹാബിയോടും ഒരു ഔലിയാക്കളോടും തേടുന്ന സാഹചര്യം ഉണ്ടായില്ല. ലോകം നിയന്ത്രിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാ. സിയും മടവൂരിനെക്കാളും പവറുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണെന്ന് ഒരു സ്വഹാബി പോലും അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സയ്യിദി ശുഹദാ, ശുഹദാക്കളുടെ നേതാവായ ഹംസ റളിയല്ലാഹു അൻഹുവാണെന്ന് ഒരു താബി പോലും അവകാശവാദം ഉന്നയിച്ചില്ല. എന്നാൽ സ്വഹാബത്തിനോട് എതിരുള്ള ഷിയാക്കൾ പറഞ്ഞു അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞപ്പോൾ അതിനോട് ചാണിന് ചാണായി പിന്തുടർന്നിട്ടോ ഇന്ന് കോഴിക്കോട്ടുകാരാണെന്ന് പറയുന്നവര് അതേ ന്യായമാണ്. റബ്ബല്ലാത്തവരോട് തേടാൻ ഇസ്തിആസ നടത്തിയാൽ കുഴപ്പമില്ല. ഇലാഹാണെന്ന വിശ്വാസമുണ്ടാകാതിരുന്നാലും മതിയെന്നാണ്. നമ്മൾ ആരോട് പ്രാർത്ഥിച്ചാലും കുഴപ്പമൊന്നുമില്ല, അവര് ഇലാഹാട് നമുക്ക് ബോധമൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി എന്ന പറയലേ. സാക്ഷാൽ ഷിയാക്കളുടെ ഖുമൈനി തന്റെ കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞു അന്ന ശിർക, ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഹുവ ത്വലബു ഷൈഇൻ ഗൈറല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാളോട് തേടൽ ബി ഇഅ്തിബാരി അന്നഹു റബ്ബ്, റബ്ബാണെന്ന വിശ്വാസത്തോടെ തേടിയാൽ മാത്രമേ ഷിർക്ക് വരുള്ളൂ. വമാ അദാ ദാലിക ഫലൈസ ഷിർക, അതല്ലാത്തതൊന്നും എന്തല്ല, ഷിർക്കല്ല. ഇനി ഹജറിനോടോ ഷജറിനോടോ കല്ലിനോടോ മരത്തോടോ തേടിയാൽ പോലും വഇൻ കാന ലഅവൻ ബാത്തില, അതൊരു അനാവശ്യ പണി മാത്രമേ ആവുള്ളൂ, അതല്ലാതെ ഷിർക്ക് വരൂല എന്ന് പഠിപ്പിച്ചു. നമ്മളിന്ന് ആ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അവർ പറയുന്ന പാതയിലൂടെ കടന്നു വരാൻ ഞാൻ നിങ്ങളോട് ആധികാരികമായി പറയാൻ, വിശുദ്ധ ഖുർആനിലെ ഒരായത്തിലും റബ്ബല്ലാത്തവരോട് തേട്ടൽ. ഇത് നിങ്ങൾ എൻ്റെ വാക്കൊന്നും വേണ്ട, സുന്നി മുജാഹിദ് ജമാഅത്തൊക്കെ മാറ്റിവെച്ച് ഏതെങ്കിലും വിദേശ രാജ്യത്ത് പുറത്തെവിടെയെങ്കിലും പോയി ഒരു ഷെയ്ഖിൻ്റെ കീഴിൽ ഖുർആനും ഹദീസൊക്കെ പഠിക്കാൻ തീരുമാനിച്ചാൽ, നമ്മൾ സ്വതന്ത്രമായി അതിനെ പഠനം നടത്തിയാൽ അവസാനം നമ്മൾ പറയും, പഠിച്ചോനെ ഇത് വഹാബിയുള്ള ഗ്രന്ഥാണല്ലോ റബ്ബേ, ഞങ്ങൾ പറയണതൊന്നും ഇതിൽ കാണാനല്ലോ എന്ന് നിങ്ങൾ സ്വയം പറയണ ഒരു കാലഘട്ടം ഉണ്ടാവും. കാരണം അതിൽ അല്ലല്ലാത്ത ആരോടും ഒരു തേട്ടില്ല. അത്ര വ്യക്തമാണ്. മുഴുവൻ പ്രാർത്ഥന അള്ളാഹിനോട്, ഹദീസുകളെടുത്ത മുഴുവൻ പ്രാർത്ഥന അള്ളാഹുവിനോട്, സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രാർത്ഥന അള്ളാഹിനോട്, മുത്തുനബിയുടെ ജീവിതത്തിൽ എല്ലാ പ്രാർത്ഥന അള്ളാഹുവിനോട്. പിന്നെ എവിടെയാണ് ഈ തകരാറുണ്ടായി? സ്വഹാബത്തിൻ്റെ പാത നമ്മൾ കൈവിട്ടത് പുതിയ പലതും നമ്മൾ കൊണ്ടുവന്നപ്പോഴാണ്.